പുറപ്പാട് പുസ്തകം 33-17 യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ ഭാഗ്യമുണ്ടായവരാണ്. ദൈവം നമ്മോട് കാണിച്ച കൃപ തൻ്റെ പുത്രനെ നമുക്കായി തന്നതാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് ധൈര്യത്തോടെ പറയാൻ റോമർ 8:32 പൗലോസിന് കഴിഞ്ഞത് ഈ ബോധ്യമുള്ളത് കൊണ്ടാണ്. തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതിനാൽ നാം ദൈവത്തെയും വിശേഷാൽ ദൈവം നമ്മെയും അറിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ പദവി നിമിത്തമുള്ള അനുഗ്രഹങ്ങൾ അതിശ്രേഷ്ഠമാണ്. ഏതു സമയത്തും എവിടെയും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും തൻ്റെ കൃപാസനത്തോട് അടുത്തു ചെല്ലാനും ഇതിനാൽ അനുവാദം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോ വാക്കും ദൈവം ശ്രദ്ധ വച്ച് കേൾക്കുന്നു. ദൈവഹിതപ്രകാരം എന്തു പ്രാർത്ഥിച്ചാലും ദൈവം നമുക്കത് നൽകിത്തരുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് ഏറ്റവും അധികം ഉത്സാഹവും ധൈര്യവും ഉണ്ടാകുന്നതും ഈ ഉറപ്പ് കാരണമാണ്. എങ്കിലും നാം പലപ്പോഴും പ്രാർത്ഥനയുടെ ശക്തിയും പ്രാധാന്യവും തിരിച്ചറിയാത്തവരായിത്തീരുന്നു. ദൈവം തന്നെ നമ്മോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിരിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ഉറപ്പ് തന്നിരിക്കുമ്പോൾ നാം ഇനിയും അതിൽ ഉദാസീനത കാട്ടരുത്. അലസരാകാതെ പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളായി മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.